നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എല്ലാ പാരലൽ പ്രൊജക്ഷൻസും അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. ഏത് പാരലൽ പ്രൊജക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ് എന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു പാരലൽ പ്രൊജക്ഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ് എന്നാണ്. ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പി ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സ് വിയും ഡബ്ല്യു എടുത്തിട്ട് അതിൻ്റെ സമ്മ് പി ഓഫ് വി പ്ലസ് ഡബ്ല്യു, ഇത് പി ഓഫ് വി പ്ലസ് പി ഓഫ് ഡബ്ല്യു ആയിരിക്കണം. അതുപോലെ തന്നെ പി ഓഫ് ലാംഡ വി ഒരു സ്കാലാർ മൾട്ടിപ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ലാംഡ ടൈംസ് പി ഓഫ് വി ആയിരിക്കണം. ഇങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ ആ മാപ്പിംഗ് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് പാരലൽ പ്രൊജക്ഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരലൽ പ്രൊജക്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ തേർഡ് പ്രോപ്പർട്ടി ഉണ്ട്. തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് റേഷ്യോ ഓഫ് ലെങ്ത്സ് ആർ പ്രിസർവ്ഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ നമ്മൾ ഫസ്റ്റ് പ്ലെയിൻ പൈ വണ്ണിൽ ഒരു വെക്ടർ സേ വി എടുത്തിട്ട് അതിനെ ഒരു സ്കാലാർ മൾട്ടിപ്പിൾ ഒരു ഫാക്ടർ സ്കെയിൽ ചെയ്യുക. അതായത് ലാംഡ ടൈംസ് വി ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രിസർവ് ചെയ്യും. ഈ ലെങ്ത് are preserved, ratio of lengths are preserved along a straight line എന്നാണ്. സോ നമുക്ക് പറയാൻ പറ്റും this is equal to ഈ വി ഇവിടുന്ന് ഇങ്ങനെ മാപ്പ് ചെയ്തിട്ട് പി വിയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ലാംഡ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കും. സോ ദാറ്റ് മാപ്സ് ടു ലാംഡ പി വി എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാംഡ വി മാപ്സ് ടു പി ഓഫ് ലാംഡ വി മാപ്സ് ടു ലാംഡ ഓഫ് പി ഓഫ് വി ആയിരിക്കും. അതിൻ്റെ റീസൺ ഇതാണ്, റേഷ്യോ ഓഫ് ലെങ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ട് അലോങ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. അതായത് പി ഓഫ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഓഫ് വി പ്ലസ് പി ഓഫ് ഡബ്ല്യു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ R2ൻ്റെ രണ്ട് കോപ്പീസ് പൈ വണ്ണും പൈ ടു എടുക്കുന്നു. എന്നിട്ട് ഈ പൈ വണ്ണിലുള്ള റെക്ടാങ്കുലർ ആക്സിസിൻ്റെ സെൻറ്റർ ഒറിജിൻ ഇതിൻ്റെ പൈ ടുവിലുള്ള റെക്ടാങ്കുലർ ആക്സിസിൻ്റെ ഒറിജിനിലേക്ക് മാപ്പ് ചെയ്യത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് പ്ലെയിൻസും വെക്കുന്നു. അതായത് പ്ലെയിൻസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ മാപ്സ് ടു ഒറിജിൻ ആയിരിക്കും. ആ രീതിയിൽ ആ രീതിയിൽ ഈ പൈ വണ്ണിനെയും പൈ ടുവിനെയും സ്പേസിൽ പ്ലേസ് ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ ഒരു വെക്ടർ വിയും ഒരു വെക്ടർ ഡബ്ല്യുവും കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം പാരലലോഗ്രാം ലോ ഓഫ് അഡീഷൻ വെച്ചിട്ട് ഇതിൻ്റെ സമ്മ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ വിയും ഡബ്ല്യുവും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന ഈ വെക്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന പാരലലോഗ്രാം, ആ പാരലലോഗ്രത്തിൻ്റെ ഡയഗണലായിരിക്കും സമ്മ്. സോ ഈ ഡയഗണൽ വി പ്ലസ് ഡബ്ല്യു ഇതിൻ്റെ വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും സമ്മായിരിക്കും. ഇനി ഞാൻ ഇതിന് വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ഓഫ് വിയും പി ഓഫ് ഡബ്ല്യുവും കിട്ടും. നമുക്കറിയാം പാരലൽ പ്രൊജക്ഷൻ്റെ പ്രോപ്പർട്ടീസാണ് പാരലലിസം പ്രിസർവ് ചെയ്യുന്നത്. പാരലലിസം പ്രിസർവ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാരലലോഗ്രത്തിനെ ഒരു പാരലലോഗ്രത്തിലേക്ക് തന്നെയായിരിക്കും മാപ്പ് ചെയ്യുക. ഇനി നമ്മളിവിടെ പി ഓഫ് വിയും പി ഓഫ് ഡബ്ല്യുവും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സമ്മ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഡ്ജസൻറ്റ് സൈഡായിട്ട് വരുന്ന പാരലലോഗ്രത്തിൻ്റെ ഡയഗണൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് പി ഓഫ് വി പ്ലസ് പി ഓഫ് ഡബ്ല്യു ആയിരിക്കും. ഈ പാരലലോഗ്രാം തന്നെയായിട്ട് മാപ്പ് ചെയ്യുകയും വിനെയും ഡബ്ല്യുവും പി ഓഫ് വിയിലേക്കും പി ഓഫ് ഡബ്ല്യുയിലേക്കും മാപ്പ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഈ വി പ്ലസ് ഡബ്ല്യുവിനെ മാപ്പ് ചെയ്യുക എക്സാക്ട്ലി ഈ പി ഓഫ് വി പ്ലസ് പി ഓഫ് ഡബ്ല്യുയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടും പി ഓഫ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഓഫ് വി പ്ലസ് പി ഓഫ് ഡബ്ല്യു എന്ന് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് ലീനിയർ ട്രാൻസ്ഫർമേഷൻ്റെ രണ്ട് പ്രോപ്പർട്ടിയും പിക്ക് ഉണ്ട് എന്ന് കിട്ടി. സോ പി എന്തായിരിക്കും? പി മസ്റ്റ് ബി എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ. നമ്മൾ പൈ വണ്ണും പൈ ടുവും R2ൻ്റെ കോപ്പി ആയിട്ടാണ് എടുത്തത്. സോ ദാറ്റ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഓഫ് R2 ഓൺ ടു ഇറ്റ് സെൽഫ് ആണെന്ന് കിട്ടും.
ലീനിയർ ഓൾജിബ്രയിലുള്ള റിസൾട്ടാണ് ഇങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ കിട്ടിയാൽ ആ ലീനിയർ ട്രാൻസ്ഫർമേഷനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. P of V is equal to AV where A is a matrix such that for every V belongs to R2 P of V equal to AV. ഈ ഫോം ആയിരിക്കും ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുക. ഇനി നമ്മുടെ പാരലൽ പ്രൊജക്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു പാരലൽ പ്രൊജക്ഷൻ ഇൻവേഴ്സ് എക്സ്ട്രീം ഇൻവേഴ്സ് ഒരു പാരലൽ പ്രൊജക്ഷൻ ആയിരിക്കും എന്നൊക്കെ കണ്ടിരുന്നു. സോ ഈ പി ഒരു ഈ ലീനിയർ ട്രാൻസ്ഫർമേഷൻ പി ഇൻവേർട്ടിബിൾ ആയിരിക്കും. സോ അത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ലീനിയർ ഓൾജിബ്രയിലെ റിസൾട്ട് ആണ് ഈ മാപ്പ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇവിടെ വരുന്ന ഈ മെട്രിക്സ് എ ഇൻവേർട്ടിബിൾ ആയിരിക്കും. സോ എ ഈസ് ഇൻവേർട്ടിബിൾ കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ പാരലൽ പ്രൊജക്ഷൻ ഒരു യൂക്ലിഡിയൻ പാരലൽ പ്രൊജക്ഷൻ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അഫൈൻ ട്രാൻസ്ഫർമേഷൻ്റെ ഫോം എന്ന് വെച്ചാൽ പി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി പ്ലസ് ബി വേർ എ ഇസ് ആൻ ഇൻവേർട്ടിബിൾ മാട്രിക്സ്. ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്കാണ് എത്തിക്കേണ്ടത്. പാരലൽ പ്രൊജക്ഷൻ പി ഓഫ് വിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാമെന്ന് കാണിച്ചാൽ പാരലൽ പ്രൊജക്ഷൻ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇവിടെയുള്ള ഈ ഒറിജിൻ മാപ്പ് ചെയ്യുന്നത് ഇവിടെയുള്ള ബി എന്ന് പറയുന്ന ഈ വെക്ടറിലേക്ക് ആവുന്ന തരത്തിൽ ഞാൻ ഈ പ്ലെയിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതായത് ഈ ഒറിജിൻ മാപ്പ് ചെയ്യുന്ന ആ പോയിന്റ് ഈ ബി ആയിരിക്കണം. ആ രീതിയിൽ ഒന്ന് സ്ലൈറ്റ്ലി മൂവ് ചെയ്താൽ മതി. മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലാക്കി വെക്കുന്നു. എന്നിട്ട് ഈ ബിയിൽ ഞാൻ ഈ ഒറിജിനൽ ആക്സിസിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ ബിയിലേക്ക്. അതായത് ഒറിജിൻ പുതിയ ഒറിജിൻ ബി ആവുന്ന തരത്തിൽ ഈ റെക്ടാങ്കുലർ ആക്സിസിനെ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്നു. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദിസ് ന്യൂ ആക്സിസ് നമുക്ക് അറിയാം നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് പി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്ന് കിട്ടും. ഇനി ഈ പറഞ്ഞ കാര്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ ഈ പി ഓഫ് വി ഈക്വൽ ടു എ വിനെ ഒറിജിനൽ ആക്സിസിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബി പ്ലസ് എ വി ആണ്. ദാറ്റ് ഈസ് പി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി പ്ലസ് ബി എന്ന് കിട്ടും. സോ where A is an invertible matrix. So നമുക്ക് പറയാം parallel transformation is an affine transformation. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് എല്ലാ അഫൈൻ ട്രാൻസ്ഫർമേഷനും പാരലൽ പ്രൊജക്ഷൻ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഡബ്ലിംഗ് മാപ്പ് കൺസിഡർ ചെയ്യുന്നു. അതായത് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു 2v where v belongs to R2. ഇത് ഓരോ പോയിന്റിനെയും ഡബിൾ ചെയ്യുന്ന മാപ്പാണ്. ഈ മാപ്പ് കൺസിഡർ ചെയ്താൽ ഇതിനെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഞാൻ 2 പകരം ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കിട്ടണം. സോ 2iv പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. ഇത് 0 ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് എന്ത് ഫോർമുല 2i എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ ദിസ് ഇസ് എ അഫൈൻ ട്രാൻസ്ഫർമേഷൻ. അപ്പം ഇങ്ങനെ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ എടുക്കുന്നു. എന്നിട്ട് ഇത് ഈ അഫൈൻ ട്രാൻസ്ഫർമേഷൻ പാരലൽ പ്രൊജക്ഷൻ അല്ല എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പാരലൽ പ്രൊജക്ഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. ഒന്നുകിൽ ആ സ്പേസിൽ വെക്കുന്ന R2ന്റെ 2 കോപ്പീസ് π1ഉം π2ഉം ഐദർ പാരലൽ ആയിരിക്കും. പാരലൽ അല്ലെങ്കിൽ 2 പ്ലെയിൻസ് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. അപ്പം പാരലൽ പ്ലെയിൻസ് ആണെങ്കിൽ അവിടെ എല്ലാ ലെങ്ത്തും പ്രിസർവ് ചെയ്യുന്നുണ്ടാവും.
ഒരു ലെങ്ത്തും ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലാ ലെങ്ത്തും പ്രിസർവ് ചെയ്യുന്നുണ്ടാവും, കാരണം അതൊരു ഐസോമെട്രി ആയിരിക്കും. ഇനി പ്ലെയിൻസ് പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഭാഗത്തുള്ള പോയിന്റ്സുകളൊക്കെ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡബിളിംഗ് മാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പോയിന്റും ഡബിൾ ചെയ്യുന്നുണ്ട്. അപ്പം പ്ലെയിൻസ് പാരലൽ ആണെങ്കിൽ ഒരു പോയിന്റിന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ എല്ലാ പോയിന്റിന്റെയും സൈസ് ഡബിൾ ചെയ്യുന്നുണ്ട്. സോ പ്ലെയിൻസ് പാരലൽ ആണെങ്കിൽ ഇത് ഒരു പാരലൽ പ്രൊജക്ഷൻ അല്ല. അതുപോലെ തന്നെ പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർസെക്റ്റിംഗ് ലൈനിൽ റിമെയിൻസ് ആ ലെങ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. സോ ആ കേസിലും ഈ ഡബിളിംഗ് മാപ്പ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഈ 2V എന്ന് പറയുന്ന ഈ ഡബിളിംഗ് മാപ്പ് ഒരു പാരലൽ പ്രൊജക്ഷൻ അല്ല. പക്ഷേ നമുക്ക് ഈ ഡബിളിംഗ് മാപ്പിനെ രണ്ട് പാരലൽ പ്രൊജക്ഷന്റെ കോമ്പോസിഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം തന്നെ ഡബിൾ ലെങ്സ് ഇൻ R2 by following parallel projection by one another എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലെങ്ത് ഡബിൾ ചെയ്യുക, അപ്പോൾ അതൊരു പാരലൽ പ്രൊജക്ഷൻ ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് ഡബിൾ ഓൾ വെർട്ടിക്കൽ ലെങ്സ്, സോ അതും ഒരു പാരലൽ പ്രൊജക്ഷൻ ആയിരിക്കും. അങ്ങനെ ഈ രണ്ടിൻ്റെയും കോമ്പോസിഷൻ നമ്മുടെ ഡബിളിംഗ് മാപ്പ് ആയിരിക്കും. സോ രണ്ട് പാരലൽ പ്രൊജക്ഷൻ്റെ കോമ്പോസിഷൻ ആയിട്ട് നമുക്ക് ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷനെ എഴുതാൻ പറ്റും. സോ ഈ ഒരു എക്സാമ്പിളാണ് അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആയിട്ട് പാരലൽ പ്രൊജക്ഷൻ അല്ലാത്ത ഇതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് അഫൈൻ ട്രാൻസ്ഫർമേഷനെയും രണ്ട് പാരലൽ പ്രൊജക്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അത് പ്രൂവ് ചെയ്യാനാണ് അടുത്തായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏതൊരു അഫൈൻ ട്രാൻസ്ഫർമേഷന് 3 നോൺ കൊളീനിയർ പോയിന്റ്സിൻ്റെ ഇമേജിൻ്റെ ഇഫക്റ്റ് വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് യുണീക്കായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ കൺസിഡർ ചെയ്യുന്നു. T of x is equal to ax plus b. നമ്മൾ നേരത്തെ കണ്ടു ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ്റെ ഫോം ഇതാണ്. T of x equal to ax plus b, where a is an invertible 2x2 matrix. ഇനി ഈ P 0 ആകുന്ന സമയത്ത് മാത്രമാണ് ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകുക. അല്ലാത്ത സമയത്ത് ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ അല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അൺനോൺസ് എയും ബിയും, മെട്രിക്സ് എയും എലമെന്റ് ബിയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ലീനിയർ ട്രാൻസ്ഫർമേഷൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒറിജിൻ്റെ അണ്ടർ ടിയിൽ ഒറിജിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് T0 ഈക്വൽ ടു ബി ആണ്. ഈ ബി ഇ എഫ് എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഇയും എഫും അൺനോൺസ് ആണ്. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ABCD എന്ന് എടുക്കുന്നു. ഇതും അൺനോൺസ് ആണ്, ഇതും കണ്ടുപിടിക്കണം. ഇനി ഞാൻ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ചൂസ് ചെയ്യുന്നു. 0 0 1 0 0 1. ഇത് മൂന്നും നമുക്കറിയാം. 0 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്, 1 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്, 0 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ആണ്. സോ ഇത് നോൺ കൊളീനിയർ പോയിന്റ്സ് ആണ്. ഈ നോൺ കൊളീനിയർ പോയിന്റ്സിന്റെ ഇമേജ് അണ്ടർ ടി നമുക്ക് ഇങ്ങനെ കാണാം. T of 1 0 is equal to ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഈ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ABCD x ഇപ്പം 1 0 ആയി പ്ലസ് EF that is equal to A into 1 plus B into 0 A, C into 1 plus D into 0 C plus EF എന്ന് കിട്ടും. അതുപോലെ തന്നെ T of 0 1ൻ്റെ ഇമേജ് T of 0 1 എന്ന് പറയുന്നത് ABCD 0 1 plus EF.
ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ബി കിട്ടും, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി കിട്ടും. സോ ബി ഡി പ്ലസ് ഇ എഫ് എന്ന് എഴുതും. അതിൻ്റെ കൂടെ ഉള്ളതാണ് ടി ഓഫ് സീറോ എന്ന് പറയുന്നത് ഇ എഫ് ആണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ 3 നോൺ കൊളീനിയർ പോയിന്റ്സിന്റെ എഫക്റ്റ് കാണാൻ പറ്റും. അതായത് ഈ എ സി ഇസ് ഈക്വൽ ടു ടി ഓഫ് 10 മൈനസ് ഇ എഫ്, അതുപോലെ തന്നെ ബി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓഫ് 01 മൈനസ് ഇ എഫ് ചെയ്താൽ മതി. ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു എഫ് എൻ ട്രാൻസ്ഫർമേഷൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ഒരു എഫ് എൻ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ സപ്പോസ് ചെയ്യുന്നത് നമ്മുടെ എഫ് എൻ ട്രാൻസ്ഫർമേഷൻ ടി മാപ്സ് the points 0, 0, 1, 0 and 0, 1 to 3 non-collinear points PQR respectively. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീനെ 2 പാരലൽ പ്രൊജക്ഷൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതണം. സേ P1 ആൻഡ് P2വിൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതണം. അതായത് ടി ഇസ് ഈക്വൽ ടു P2 കോമ്പോസിഷൻ P1 എന്ന് എഴുതണം. അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ P2 കോമ്പോസിഷൻ P1 ഈ 0, 0, 1, 0 ആൻഡ് 0, 1ന് കറസ്പോണ്ടിങ് ടി ഓഫ് 01ലേക്കും ടി ഓഫ് 10ലേക്കും ടി ഓഫ് 01ലേക്കും മാപ്പ് ചെയ്യണം. സോ ആ രീതിയിലൊരു കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ P1 ഡിഫൈൻ ചെയ്യാണ്. P1 ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 0, 0 എന്ന് പറയുന്ന പോയിന്റിനെ ഈ Pയിലേക്ക് മാപ്പ് ചെയ്യുന്ന വിധത്തിലും 10 എന്ന് പറയുന്ന പോയിന്റിനെ Qയിലേക്ക് മാപ്പ് ചെയ്യുന്ന തരത്തിലും 01 എന്ന് പറയുന്ന പോയിന്റിനെ എക്സിലേക്ക് മാപ്പ് ചെയ്യുന്ന തരത്തിലും ഞാൻ ഡിഫൈൻ ചെയ്യും P1നെ. അതിനുശേഷം P2 ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിയും ക്യൂവും ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് എക്സിനെ ഈ ആറിലേക്ക് മാപ്പ് ചെയ്യും. അപ്പം ഇൻ ഇഫക്റ്റ് ഈ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ഈ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ആയ പി ക്യു ആറിലേക്ക് മാപ്പ് ചെയ്യും. ഇനി ഇത് ഈ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് P1 കൺസ്ട്രക്ട് ചെയ്യണം. P1 കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈ1ലുള്ള 0, 0നെ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കോയിൻസൈഡ് ചെയ്തിട്ട് ഈ പ്ലെയിനെ വെക്കും. അതായത് ഈ പൈയും ഏത് രീതിയിൽ നിന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വെച്ചിട്ട് 0, 0യും പിയും കോയിൻസൈഡ് ചെയ്യുന്ന വിധത്തിൽ ആക്കി വെക്കും. അതുപോലെ തന്നെ ഈ 10 എന്ന് പറയുന്നത് ഈ പൈയില് 10 എന്ന് പറയുന്നത് പൈയില് കിടക്കാത്ത വിധത്തിൽ, അതായത് 0, 0 പിന്നോട് കോയിൻസൈഡ് ചെയ്യണം, 10 ഈ പൈയിൽ ഉണ്ടാകുകയും ചെയ്യരുത്. ആ രീതിയിൽ ഇതുപോലെ കൊണ്ടുപോയി വെക്കും. പി 0നോട് ടച്ച് ചെയ്യുക, എന്നാൽ 10 എന്ന് പറയുന്ന പോയിന്റ് ഇതിൽ ഈ പൈയിൽ ലൈ ചെയ്യാത്ത വിധത്തിൽ ചെരിച്ചങ്ങ് വെക്കുക. അത് എങ്ങനെ വേണമെങ്കിലും ചെരിച്ച് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെരിച്ചിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഡിഫൈൻ ചെയ്യും P1 എന്ന് പറയുന്നത് ഫാമിലി ഓഫ് റേസ് ദാറ്റ് ആർ പാരലൽ ടു ഇവിടെയുള്ള 10 എന്ന് പറയുന്ന ഈ പോയിന്റും ഈ പൈയിൽ വരുന്ന Q എന്ന് പറയുന്ന പോയിന്റും ഇതിൽ നിന്ന് 10ന്ന് Qയിലേക്ക് പാസ് ചെയ്യുന്ന പാരലൽ റേസുകൾ ആ രീതിയിൽ വരുന്ന ഫാമിലി ഓഫ് റേസ്, അതായത് family of rays that are parallel to the ray through the point 10 in pi1 and the point Q in pi. ഈ രീതിയിലുള്ള മാപ്പിംഗ് ആയിട്ട് P1നെ ഡിഫൈൻ ചെയ്യും. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് 0, 0 പിയിലേക്ക് മാപ്പ് ചെയ്യും, 10 ക്യൂവിലേക്ക് മാപ്പ് ചെയ്യും. 01 നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ആറിലല്ല, വേറൊരു പോയിന്റ് എക്സിൽ, പൈയിലുള്ള ഒരു പോയിന്റ് എക്സിലേക്ക് മാപ്പ് ചെയ്യും. അതിനുശേഷം
ഞാൻ P2 കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. P2 കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ നമ്മുടെ പ്ലെയിൻസ് പൈയും പൈ2ഉം എംബഡ് ചെയ്യും നമ്മൾ R3 എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ തിരിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. സോ അതായത് ഈ പോയിന്റ്സ് പി ക്യൂ ഇൻ പൈയിലുള്ള പിയും ക്യൂവും കോയിൻസൈഡ് ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ P2 ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. P2 ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈ എന്ന് പറയുന്ന ഡൊമൈൻ പ്ലെയിനും പൈ2 എന്ന് പറയുന്ന കോഡൊമൈൻ പ്ലെയിനും എങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൈയിലുള്ള പിയും പൈ2യിലുള്ള പിയും കോയിൻസൈഡ് ചെയ്യുക, പൈയിലുള്ള ക്യൂവും പൈ1ലുള്ള ക്യൂവും കോയിൻസൈഡ് ചെയ്യുക, ആ രീതിയിൽ വെക്കുക. എന്നിട്ട് അതിലത്തെ എക്സ് എന്ന് പറയുന്നത് എക്സ് പൈ2യിൽ ലൈ ചെയ്യാത്ത തരത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ P2 ഡിഫൈൻ ചെയ്യും. P2 ഡിഫൈൻ ചെയ്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി ഓഫ് റേസ് ദാറ്റ് ആർ പാരലൽ ടു ദി റേ ത്രൂ ദി പോയിന്റ് എക്സ് ഇൻ പൈ ആൻഡ് ദി പോയിന്റ് ആർ ഇൻ പൈ2. പൈയിലുള്ള എക്സ്, ഈ എക്സും പൈ2യിൽ ഉള്ള ആറും തമ്മിൽ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള പാരലൽ റേസ് ആണ്. ആ രീതിയിലാണ് ഇവിടെ പാരലൽ റേസ് പാസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് P2 കിട്ടി. ഇപ്പം ഓവറോൾ എഫക്റ്റിൽ P2 കോമ്പോസിഷൻ P1 എടുത്തിട്ടുണ്ടെങ്കിൽ 0 എന്ന് പറയുന്ന പോയിന്റിന് പിയിലേക്കും 10 എന്ന് പറയുന്ന പോയിന്റിന് ക്യൂയിലേക്കും 01 എന്ന് പറയുന്ന പോയിന്റിന് ആറിലേക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ P1 ഉം P2ഉം എഫൈൻ ട്രാൻസ്ഫർമേഷൻസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പാരലൽ പ്രൊജക്ഷൻ വെച്ചിട്ടാണ്. സോ അത് എഫൈൻ ട്രാൻസ്ഫർമേഷൻസ് ആണ്. സോ അതിൻ്റെ കോമ്പോസിഷൻ എടുത്താൽ P2 കോമ്പോസിഷൻ P1ഉം എഗെയിൻ ഒരു എഫൈൻ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. സോ P2 കോമ്പോസിഷൻ P1 0 0 1 0 ആൻഡ് 0 1ന് PQR എന്നുള്ള പോയിന്റ്സിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. ടി മാപ്പ് ചെയ്യുന്ന അതേ പോയിന്റിലേക്ക് തന്നെ ഈ P1 കോമ്പോസിഷൻ P2 മാപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം സച്ച് അഫൈൻ ട്രാൻസ്ഫർമേഷൻസ് യുണീക്ക് ആയിരിക്കും. സോ ഇറ്റ് ഫോളോസ് ദാറ്റ് T ഈക്വൽ ടു P2 കോമ്പോസിഷൻ P1. So an affine transformation can be expressed as the composite of two parallel projection. സോ പാരലൽ പ്രൊജക്ഷനിൽ പ്രിസർവ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും അഫൈൻ ട്രാൻസ്ഫർമേഷൻസും പ്രിസർവ് ചെയ്യുന്നുണ്ടാവും.